ഞാനിപ്പോൾ പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. പയർ തോരൻ ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ പയർ ഓൾറെഡി വേവിക്കാൻ വെച്ചു. പയർ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ട് ചിരണ്ടി അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇടികല്ല് കൊണ്ട് ഇടിച്ചെടുത്തതാണ് കേട്ടോ. അല്ലാതെ ഞാൻ മിക്സിയിൽ വെച്ച് ചതച്ചിട്ടില്ല. ഇടികല്ല് കൊണ്ട് ഇടിച്ചെടുത്തു. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് കടുക് വറുത്തു. സാധാരണ കടുക് വറുക്കുന്ന പോലെ കടുക് വറുത്തതിന് ശേഷം ഈ തേങ്ങാപ്പീര അതിലേക്ക് തട്ടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെള്ളമൊക്കെ തൂത്തി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പയർ നമുക്കിതിലേക്ക് തട്ടാം. പയർ ഇതിലേക്ക് തട്ടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. തീ ഇപ്പോൾ കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം പയർ തട്ടുമ്പോൾ പയറിൽ വെള്ളത്തിൻ്റെ നനവുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സായി ജോയിൻ്റായി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റായി വരണം. ഇപ്പോൾ കുറയ്ക്കണ്ട. പക്ഷെ ഞാനത് ചിലപ്പോൾ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ഓർത്തില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വരണം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തോർന്ന് വരുമ്പോൾ പയർ തോരൻ ആ ചിരിച്ചിരിയെന്ന് സൗണ്ട് കേൾക്കുന്നത് മാറി വരുമ്പോൾ തോരൻ അടിപൊളി. പക്ഷെ കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ അതിനടുത്ത് തന്നെ നിൽക്കണം. നമുക്കിനി ഇത് ഉപ്പ് നോക്കാം. അടിപൊളി. വേണമെങ്കിൽ ഒരു ശകലം ഉപ്പ് ചേർക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണോ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. എനിക്കൊരല്പം ഇതിപ്പം കഞ്ഞിക്ക് ഉണ്ടാക്കുന്ന പയർ തോരനാണ്. അപ്പോൾ ഒരല്പം ഉപ്പ് മുകളിൽ നിന്നാലേ നമ്മുടെ കഞ്ഞി കുടിക്കുന്ന ഒരു സുഖം വരും. പയർ തോരൻ നോക്കി ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പയർ തോരൻ നോക്കി ആയിരുന്നു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പയർ തോരൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.